ശ്രീ സജീവ് ജോസഫ്. സർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ബാങ്കുകളോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളോ ലോണുകൾ നൽകുന്നതിന് മടിക്കുകയാണ് സർ. സിവിൽ സ്കോറും മറ്റ് കാരണങ്ങൾ പറഞ്ഞ് നിരാശരാക്കിയാണ് അവർ. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് നമ്മുടെ കോർപ്പറേഷൻ്റെ പ്രസക്തി. സർ, കുറച്ചു കാലങ്ങളായിട്ട് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വൈമുഖ്യം കാണിക്കുകയാണ്. ലോണുകൾക്ക് ഗ്യാരണ്ടി ഏർപ്പെടുത്തിയത് പുനഃപരിശോധിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് സർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ ചോദ്യം സർ, ഇത് ഈ ഗ്യാരണ്ടി ഏർപ്പെടുത്തിയ അങ്ങനെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചതിൽ ഇളവ് നൽകി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുമോ, അതിന് അനുകൂലമായ നടപടി സ്വീകരിക്കുമോ, പുതിയ അപേക്ഷകൾ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സാർ, ഈ സ്ഥാപനം നേരത്തെ ഒരു ലോസിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഇപ്പോൾ ലാഭത്തിലേക്ക് വന്നിട്ടുണ്ട്. സാർ, ഒരു ധനകാര്യ സ്ഥാപനം എന്ന നിലയ്ക്ക് ഒരു മാനദണ്ഡം തന്നെയാണ് സാർ നമ്മളിതിനു വേണ്ടി സ്വീകരിച്ചു വരുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗസ്ഥരുടെ ജാമ്യവും ആൾജാമ്യവും വസ്തു ജാമ്യവുമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുടുംബശ്രീകളെ ഉൾപ്പെടുത്തി അവർക്ക് ഒരു ജാമ്യമില്ലാതെ ലോൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് സാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ലോൺ എടുക്കുകയും കുടിശ്ശികയായവർക്ക് നിരവധിയായ ആൾക്കാരുണ്ട്. കുടിശ്ശികയായതിനാൽ അവരുടെ കുടുംബത്തിൽപ്പെട്ട മറ്റ് പലർക്കും അപേക്ഷിക്കുമ്പോൾ അപേക്ഷ പരിഗണിക്കുന്നില്ല. ഈ ചെറിയ തുക പോലും കുടിശ്ശികയായവർക്ക് പിന്നീട് ലോൺ അനുവദിക്കുന്നില്ല. സർ, ഇത് പരിശോധിച്ച് കുടുംബത്തിൽപ്പെട്ടവർക്ക് മറ്റുള്ളവർക്ക് ലോൺ അനുവദിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ. സാർ, ആ നടപടി ഇപ്പോൾ സ്വീകരിച്ച് വരുന്നുണ്ട് സാർ. ഇപ്പം നമ്മൾ ഒരു കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ അത്തരം ലോണുകൾ 70% വരെയും അതേപോലെ തന്നെ ചിലത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സർക്കാരിൻ്റെ ഈ കരുതലും കൈത്താങ്ങും പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ സാമ്പത്തിക വർഷവും മാർച്ച് മാസത്തിൽ നമ്മളൊരു അദാലത്ത് സംഘടിപ്പിച്ച് ഈ പറയുന്ന പോലെ മരണപ്പെട്ടവരുടെയും അതേപോലെ തന്നെ വലിയ കുടിശ്ശികയായി യാതൊരു കാരണവശാലും തിരിച്ചടയ്ക്കാൻ സാധ്യതയില്ലാത്ത കുടുംബങ്ങൾക്ക് 70%, ചിലത് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടി ഇപ്പോൾ കോർപ്പറേഷൻ സ്വീകരിച്ചു വരുന്നുണ്ട്.